ഹലോ. അപ്പോൾ നമുക്കിന്നൊരു തട്ടിക്കൂട്ട് ദം ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. തട്ടിക്കൂട്ട് ദം ബിരിയാണി പറഞ്ഞാൽ ഞെട്ടിക്കൽ ബിരിയാണി പോലെ ഒരു ഐറ്റംസ് ഒന്നുമല്ല കേട്ടോ. ഞാൻ എൻ്റെതായ ശൈലിയിൽ എനിക്കറിയും പോലെ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും ചേർത്ത് പട്ട ഗ്രാമ്പു ഏലക്ക ഐറ്റംസൊക്കെ കുറച്ച് ഉള്ളിയും നല്ല വാട്ടിയെടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തീ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളയ്ക്കുന്നവരെ കാത്തു നിൽക്കാം. ആ സമയം കൊണ്ട് നമുക്ക് 1 കപ്പ് അരി എടുത്തിട്ട് നല്ലപോലെ കഴുകി ഇങ്ങനൊരു ഓട്ടയുള്ള പാത്രത്തിലിട്ട് വെച്ചാൽ വെള്ളമൊക്കെ വറ്റി കിട്ടും. അങ്ങനെ ചെയ്തെടുക്കാം. എന്നിട്ട് ആ വെള്ളം തിളച്ചിട്ട് നമുക്കതിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുന്നായിട്ട് ഞാൻ ഈ ഒരു ഇല ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് തന്നെ ബിരിയാണി ലീഫ് എന്നല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതിനെങ്ങനെയാണ് മറന്നു പോകുന്നത്. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം തിളയ്ക്കുന്നവരെ കാത്തിക്കാം. ഇപ്പോൾ അതാ നല്ല തിളകൾ വരുന്നത് ഇങ്ങനെ കാണാം കേട്ടോ ഇതിൽ. പിന്നെ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇപ്പം ഒരുപാടിട്ട് നമുക്ക് ഇത് നാശമാക്കണ്ട. ഞാൻ എപ്പോൾ ഉപ്പിട്ടാലും കുറച്ച് കൂടി പോകുന്നത് എനിക്ക് പതിവാണ്. അതുകൊണ്ട് ഞാനിപ്പം കുറച്ച് ഉപ്പേ ഇടുന്നുള്ളൂ. ഇനി നമുക്ക് അരി ഇട്ടിട്ട് ബാക്കി നോക്കിയിട്ട് ഇടാം. ഇപ്പം നല്ലപോലെ തിളയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. വെള്ളം ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കഴുകി ഊറ്റി വെച്ച അരി ഇട്ട് കൊടുക്കാം. ഫുൾ അരിയും അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഇളക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഇട്ട ഉപ്പ് മതിയോയെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് പോരെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ഉപ്പ് കുറവായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും നെയ്ച്ചോറൊക്കെ വെക്കുമ്പം കുറച്ച് ഉപ്പ് കയറി നിൽക്കണം എന്നല്ലേ പറയാം. അപ്പം അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ഈ കുക്കർ അടച്ച് വെക്കാം. എന്നിട്ട് ഫുൾ തീയിൽ 1 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഫുൾ അതിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ടാവും. നമ്മൾ വെള്ളമൊക്കെ പാകമാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് നെയ്ച്ചോറ് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നെയ്ച്ചോറിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് അതൊക്കെ ചോറ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിലോ നെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചാൽ മതി. ചിലരൊക്കെ ഓയിലാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാട്ടോ ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നൈസായിട്ട് മുറിച്ച് വെച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 ഉള്ളി ഉപയോഗിച്ചിട്ടുണ്ട്. 4 ഉള്ളി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ ഉള്ളി നല്ലപോലെ വാടി കിട്ടണം കേട്ടോ. നല്ല ചുരുങ്ങി കിട്ടണം. അപ്പോൾ ആദ്യം നമുക്കത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. എന്നിട്ട് പിന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് വെച്ച് ഇളക്കി കൊടുത്താൽ നമ്മൾ ഉള്ളി റെഡിയായി കിട്ടും. ആ സമയത്ത് തന്നെ ഞാൻ വേറൊരു പാന് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് നൈസായിട്ട് മുറിച്ച ഉള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്നറിയാലോ, നമുക്ക് മറ്റേ ദമ്മൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാനാണ്. ദം ചെയ്യുമ്പോൾ ഗാർണിഷ് ചെയ്യുമ്പോൾ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉള്ളി വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി കരിഞ്ഞു പോവാണ്ട് വറുത്തെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉള്ളി നല്ലോണം പൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില, 1 പിടി കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
അതിടുമ്പോൾ അതിൻ്റെയും കൂടി ഒരു ടേസ്റ്റ് എല്ലും പിടിക്കും കേട്ടോ. അപ്പം കുറച്ചും കൂടി ഒരു രസം വരും. നമ്മളെ വീട്ടിലെ മെയിൻ ഷെഫുമാരായ പോരാളികൾ പറയുന്നത് കേട്ടില്ലേ, എല്ലാ കറികളിലും കറിവേപ്പിലയൊക്കെ ഇട്ടാൽ കുറച്ച് ടേസ്റ്റ് കൂടുന്നു. അതുപോലെ ഇതിനും കൂടട്ടെ കുറച്ച് ടേസ്റ്റ്. അങ്ങനെ നമ്മളെ ഉള്ളിയൊക്കെ ഇതാ ഇപ്പം മൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് കോരി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതേസമയം തന്നെ നമ്മളെ മറ്റേ അടുപ്പിൽ വെച്ച ഉള്ളി ഇപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട്. ആദ്യം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും അത്യാവശ്യം ഇടണം കേട്ടോ. പിന്നെ പച്ചമുളക് നമ്മൾ എരിവിന് വേറെ അങ്ങനെയൊന്നും ചേർക്കാത്തതുകൊണ്ട് കുരുമുളക് മാത്രമേ ചേർക്കൂ. അപ്പോൾ പിന്നെ പച്ചമുളക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ഇതൊക്കെ നല്ല പച്ചമണമൊക്കെ പോയി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ട സാധനം തക്കാളിയാണ്. ഒരു 1.5 തക്കാളി, 1.5-2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ചെറുതായിട്ട് മുറിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ വേവിച്ചെടുക്കണം കേട്ടോ. ഈ തക്കാളി അങ്ങനെ കടിച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നല്ല ഉടഞ്ഞ് കിട്ടുന്നവരെ നല്ല മൂടി വെച്ചൊക്കെ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളെ തക്കാളിയും നല്ലപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് പൊടികളൊക്കെ ചേർക്കാം. ആദ്യം തന്നെ ഞാൻ ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് അത് ഇളക്കി അതിൻ്റെ ഒരു പച്ചക്കുത്ത് പോകുന്നവരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടിയും ആണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ എരിവിന് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഇതിൽ മസാലയായിട്ടും ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ബിരിയാണി മസാലയും മാത്രം. അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മസാലകളൊക്കെ ഇതിലൊന്ന് യോജിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അര ടീസ്പൂണ് മറ്റേ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കിയിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇതുവരെ കിട്ടിയില്ല കേട്ടോ, ഇപ്പോഴാണ് ഉപ്പിടുന്നത്. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1.5 സ്പൂൺ ഒരു തൈര് ഇട്ട് കൊടുക്കാം. തൈര് എന്തിനാ ഇടുന്നതൊന്നും എനിക്കറിയില്ല, പക്ഷെ എല്ലാവരും ഇടുന്നത് കാണില്ല, അതുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. തൈര് ഒന്ന് ഇളക്കി ഫുള്ള് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ അങ്ങനെ അളവൊന്നുമില്ല കേട്ടോ, നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാത്തിൻ്റെയും അളവൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ, നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ പൊടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, ഓവർ മസാല ആവാണ്ട് നോക്കിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ബിരിയാണിയിൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഈ ചിക്കനിലേക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നല്ല മൂടി വെച്ച് നല്ല പോലെ വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ അരിഞ്ഞു വെക്കാം. ഈ ഉള്ളിൻ്റെ കൂടെ തന്നെ കുറച്ച് ചപ്പും കുറച്ച് ക്യാരറ്റും നമുക്ക് അരിഞ്ഞു വെക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് ദമ്മിടുന്ന സമയത്ത് ആവശ്യമുള്ളതാണേ. ഇപ്പോൾ അതാ നോക്ക്, നമ്മളൊരു തുള്ളി വെള്ളം ഇതിൽ ഒഴിച്ചില്ലെങ്കിലും ചിക്കനിൽ വെള്ളം ഇറങ്ങിയിട്ട് മസാലയിൽ നിറയെ വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വറ്റി, എന്തായാലും ചിക്കൻ വേകുമ്പോഴേക്ക് അതൊക്കെ വറ്റി നല്ല മസാലയായിട്ട് കിട്ടും. നമ്മൾ മലയാളിയൊക്കെ പൊതുവേ ഈ ചിക്കനൊന്നും ഇങ്ങനെ വെള്ളയായി കിടക്കുന്ന ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഒരുപാട് മസാല ഉപയോഗിക്കൂലേ. പക്ഷേ ഇതിൽ ഞാൻ അങ്ങനെ ഒരുപാട് മസാലയൊന്നും ഉപയോഗിക്കൂല കേട്ടോ.
കുറച്ച് മസാല, പിന്നെ വെള്ളമായിട്ട് കിടക്കൂല എന്തായാലും. നമ്മൾ ലാസ്റ്റ് ദമ്മൊക്കെ കഴിയുമ്പോഴേക്ക് ഇതിങ്ങനെ ഇപ്പം കാണുന്ന പോലെയല്ല, നല്ല നമ്മൾ പൊരിച്ചുണ്ടാക്കുന്ന മസാല പോലെ തന്നെ ഉണ്ടാവും. ഇപ്പം കണ്ടില്ല, ചിക്കനൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി നല്ല മസാലയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണിയിലേക്ക് കടക്കാം. ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് ഈ ബിരിയാണി ദമ്മിടാം. ഇപ്പം നമ്മളെ കുക്കിംഗ് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടോ ഏകദേശം. ഇനി നമുക്കിതൊന്ന് ദമ്മിടാം. പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ ആ മുറിച്ച് വെച്ച മല്ലിയിലയിൽ നിന്ന് കുറച്ചെടുത്ത് ചിക്കൻ വേവുന്ന സമയത്ത് ആ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിനെ. ഓക്കെ, ഇനി ഏതായാലും നമുക്ക് ഇത് ദമ്മിടാം. ആ ഗ്രേവിൻ്റെ മുകളിലേക്ക് കുറച്ചായിട്ട് ചോറ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മൊത്തം പരത്തി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയും മല്ലിയിലയും ക്യാരറ്റും എല്ലാം കൂടി ഇങ്ങനെ വെതറി കൊടുക്കുക. പിന്നെ കുറച്ച് നെയ്യും നമ്മളെ ബിരിയാണി മസാലേൻ്റെ കുറച്ച് പൊടിയും കൂടെ ഞാൻ ഓരോ ലെയറിലായിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. ഇങ്ങനെ ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ ചോറിടും. പിന്നെയും അതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ നമ്മളെ ഉള്ളിയും ക്യാരറ്റും നെയ്യും അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ എത്ര ചോറാണുള്ളത് അതിങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ലെയറിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് നമ്മളെ കയ്യിലുള്ളൊരു പഴയ പാനെടുത്ത് ഗ്യാസിൽ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ദമ്മ് ചെയ്യാൻ വെച്ച പാത്രം എടുത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിങ്ങനെ ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് നമുക്ക് ഒരു സ്മെല്ലൊക്കെ വരുന്ന വരെ വെച്ച് കൊടുക്കാം. അതിനൊരു സമയമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് പിന്നെ ഓഫ് ചെയ്ത് കുറച്ച് ഒന്ന് ആ ടേസ്റ്റൊക്കെ ഒന്ന് ഇറങ്ങുന്ന വരെ ഗ്യാസ് ഓഫ് ചെയ്ത് പിന്നെയും വെക്കാം. എന്നിട്ടാണ് ഇത് തുറക്കുക കേട്ടോ. ആ തുറക്കുന്ന സമയത്ത് ഒരു സ്മെല്ലുണ്ട് വരാൻ, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇപ്പം നമ്മൾ ചോറ് ദമ്മിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടോ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മളെ ക്യാരറ്റൊക്കെ മുകളിൽ വരെ നല്ല ചൂടൊക്കെ വന്ന് ക്യാരറ്റൊക്കെ അത്യാവശ്യം വെന്ത് ആ ചോറ് കഴിക്കുമ്പം അതൊക്കെ ഇങ്ങനെ വെന്തതിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചോറ് ഒന്ന് സെപ്പറേറ്റ് മാറ്റി വെക്കാം. നമ്മൾ ഈ കോഴിക്കോട് ബിരിയാണിക്ക് ഇതിങ്ങനെ മിക്സ് ചെയ്യൂല കേട്ടോ. അധിക സ്ഥലത്തും ബിരിയാണി ഇങ്ങനെ ചോറും ഗ്രേവിയും കൂടി മിക്സ് ചെയ്യൂലേ. നമ്മളെ കോഴിക്കോട് ബിരിയാണി നമ്മളെ ഭാഗത്തേക്കുള്ള ബിരിയാണിക്കൊന്നും ഇങ്ങനെ മിക്സ് ചെയ്യൂല. ഈ സെപ്പറേറ്റ് നെയ്ച്ചോറ് പോലെ ചോറ് വേറെയും ഈ മസാല, അതായത് ഈ ചിക്കൻ്റെ ഗ്രേവി വേറെയും തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന മാക്സിമം ചോറ് ഇങ്ങനെ വടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വടിച്ചെടുത്ത് വേറെ പാത്രത്തിലേക്ക് ആക്കുക. അപ്പോൾ ഈ അടിയിൽ കിടക്കുന്ന ചോറിനൊക്കെ ആ ഗ്രേവിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കൂടി കലർന്ന് അപ്പോൾ ആ ചോറിൽ മിക്സ് ചെയ്യുമ്പം അങ്ങനെ ആ ബിരിയാണീൻ്റെ കളറും ടേസ്റ്റൊക്കെ അതിന് വന്നിട്ടുണ്ടാവും ആ റൈസിന്. അങ്ങനെ നമ്മളെ ചോറ് വേറെയും ഗ്രേവി വേറെയായിട്ട് 2 പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് മൊത്തം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവിയിൽ കിടന്ന റൈസും മുകളിൽ കിടന്ന റൈസും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ എടുക്കാം. ഇനി നമുക്ക് നമ്മളെ മസാലയും കൂടി ഒന്ന് ഇളക്കി എടുക്കാം. നമ്മൾ ഈ ഫ്രൈ ഒക്കെ ചെയ്ത് ബിരിയാണി വെക്കൂലേ, അതുപോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം മസാലയൊക്കെ ഈ ദമ്മിൽ കിടന്ന് കളറൊക്കെ മാറി നല്ല ചിക്കനൊക്കെ നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് അകത്താക്കാം കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ ഈ ബിരിയാണിയൊക്കെ ഒന്ന് കഴിക്കട്ടെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബിരിയാണി വെക്കാൻ അറിയാത്തവരും ഈ പെട്ടെന്ന് വെക്കാൻ പറ്റിയ ബിരിയാണിയല്ലേ ഇത്. അപ്പോൾ ഓക്കെ, ബൈ.